ഏപ്രിൽ 22 ശ്യാം ചേട്ടാ, നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലേ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് ഇപ്പോൾ പഹൽഗാമിലുണ്ടായ ആക്രമണം ഉണ്ടായ ദിവസം. പ്രത്യേകിച്ചും അല്ലേ പാകിസ്ഥാൻ അതിർത്തികളൊക്കെ ഒന്ന് ശാന്തമായി തുടങ്ങിയാണ്, എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. ഇപ്പോൾ വലിയൊരു ക്യാമ്പയിൻ ഇന്ത്യയിൽ നടക്കുകയാണ്, ബോയ്ക്കോട്ട് തുർക്കി എന്നൊക്കെ പറഞ്ഞ ഒരു പേരിൽ. എന്താണ് ശരിക്കും ഈ പാകിസ്ഥാന് തുർക്കി ഇങ്ങനെ കുടപിടിക്കാനുള്ളൊരു കാരണം എന്താണ്? അതിൻ്റെ ഒരു ചരിത്രം എന്താ? ഒരു ചരിത്രപരമായിട്ട് ഇസ്ലാമിക ബന്ധമുണ്ട്. പണ്ട് ബ്രിട്ടീഷ് രാജിൻ്റെ കീഴിലായിരുന്നപ്പോഴും ഇതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ള മുസ്ലിം വിഭാഗം തുർക്കിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അവർ ഇടപഴകി ജീവിക്കുന്നവരാണ്. അതായത് തുർക്കിക്കാരനെയും പാകിസ്ഥാൻകാരനെയും വേർതിരിച്ച് കാണേണ്ടതില്ല എന്നുള്ളൊരു രീതി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വ്യാപാര ബന്ധമുണ്ട്, സൈനിക സഹകരണം അവർക്കുണ്ട്. പിന്നെ കശ്മീർ പ്രശ്നത്തിൽ കശ്മീരിൽ ജനഹിത പരിശോധന നടത്തി, കശ്മീരിലെ ജനഹിത പരിശോധന UN നേതൃത്വത്തിൽ നടത്തണം എന്ന പാകിസ്ഥാൻ്റെ ആവശ്യത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ തുർക്കി. പാകിസ്ഥാൻ്റെ പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ള ആളാണ് തുർക്കി പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗാൻ. അദ്ദേഹമാണ് പാകിസ്ഥാൻ്റെ പാർലമെന്റിൽ സംസാരിക്കുകയും പാക് ജനതയ്ക്കൊപ്പമാണ് തുർക്കി എപ്പോഴും ഉള്ളതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. നമുക്കെതിരെ അവർ പറത്തിവിട്ട ഡ്രോണുകളൊക്കെ തന്നെ പഞ്ചാബിൽ വീണതെല്ലാം തന്നെ തുർക്കി നിർമ്മിതമാണ്. നമുക്ക് കൊടുത്തതാണ്, തുർക്കി നൽകിയതാണ്. തുർക്കി അവർക്ക് സൗജന്യമായി ഇത് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വ്യാപാര ബന്ധം പക്ഷെ അവർ രണ്ടു കൂട്ടരും തമ്മിലുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നിന്നും ഈ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ അതിനെ അപലപിച്ച രാജ്യങ്ങളിൽ ഒന്ന് തുർക്കിയാണ്. ആ രീതിയിൽ തുർക്കിക്ക് പാകിസ്ഥാനോട് ഭയങ്കര പാകിസ്ഥാൻ പ്രേമമാണ് ഉള്ളത്. ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതെ, ചരിത്രം പറയാൻ നിന്ന് കഴിഞ്ഞാൽ എപ്പിസോഡ് തികയുന്നില്ല. ഇസ്ലാമിക ബന്ധം എന്ന് ചുരുക്കത്തിൽ പറയാം. അങ്ങനെയാണ് അവരുടെ മുന്നോട്ട് പോക്ക്. ഇവിടുത്തെ മത നേതാക്കളെയൊക്കെ തുർക്കി അംഗീകരിക്കുന്നുണ്ട്. മത നേതാക്കളെന്ന് പാകിസ്ഥാൻ വിളിക്കാറുള്ള ഭീകര ഇവരുടെ പട്ടികയിലുള്ളവരെയൊക്കെ തുർക്കി മത നേതാക്കളായി തന്നെ അംഗീകരിക്കുന്ന ഒരു കൂട്ടരാണ്. അതാണ് ഇവര് അങ്ങനെ വളരെ അടുത്ത ബന്ധം തുർക്കി പുലർത്തുന്നുണ്ട്. അപ്പോൾ തുർക്കി ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുമായിട്ട് അവർക്ക് വ്യാപാര കരാർ ധാരാളം ഉള്ളൊരു രാജ്യമാണ് തുർക്കി. 89,000 കോടിയുടെ വ്യാപാരമാണ് കഴിഞ്ഞ വർഷം മാത്രം 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം നമ്മൾ തുർക്കിയുമായി നടത്തിയിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തുർക്കിയിലേക്ക് പോകാനാണ്. തുർക്കിയിലെ യാത്ര ചെയ്യാനാണ് കൂടുതൽ ആളുകളും താല്പര്യപ്പെടുന്നത്. നമുക്ക് ഈസ്മൈ ട്രിപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടക്കുന്നത് തുർക്കിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയാണ്. ചെലവ് കുറവും, അതെ കമ്പാരിറ്റീവ്ലി സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ തുർക്കി പറയുന്നത് 0.5% വിനോദസഞ്ചാരികൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നാണ് ഇന്ത്യയിൽ നിന്ന്. അവരിപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഒരു ലേഖനം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ത്യ ടുഡേ ഇപ്പം തുർക്കിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു തുർക്കി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദീകരണം വന്ന ഒരു ടർക്കിഷ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് എടുത്തു വെച്ച് ഇന്ത്യ ടുഡേ കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് 0.5% മാത്രമാണ് നമ്മൾ അങ്ങോട്ട് വരുന്നുള്ളത്. അപ്പം നമുക്ക് അവരുമായിട്ടുള്ള കരാറെന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് മാർബിൾ കൊണ്ടുവരുന്നുണ്ട്, ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്, ലോഹ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഇരുമ്പ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നത് തുർക്കിയിൽ നിന്നാണ്. അങ്ങനെ ധാരാളം സാധനങ്ങൾ നമ്മളവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അത് മാറ്റിപ്പിടിച്ചാൽ തന്നെ അവരുടെ വ്യാപാര ബന്ധത്തിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും. നമ്മളുമായിട്ട് ഉഭയകക്ഷി വ്യാപാര ബന്ധം 1973 അവർ ഒപ്പിട്ടതാണ്. അത്രയും കാലം മുന്നേ ഉള്ള ചരിത്രം ഉണ്ട്. അതെ വ്യാപാര ബന്ധമുണ്ട്. അതെ, വ്യാപാര ബന്ധം 1973 മുതൽ തുർക്കിയിൽ നിന്നുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം ഉണ്ട്. ഇപ്പം അവരുടെ പുതിയ അംബാസിഡർ ചുമതല എടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസം. ഇന്ത്യ അയാളെ അംഗീകരിച്ചില്ല. ന്യൂഡൽഹിയിൽ ഇവരുടെ ഇതുണ്ടല്ലോ, നയതന്ത്ര കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെ പുതിയ അംബാസിഡർ വന്നിട്ട് അദ്ദേഹത്തെ ഇന്ത്യ അംഗീകരിച്ചില്ല. സാധാരണ ഇന്ത്യ ഒരു വരവേൽപ്പ് കൊടുക്കുന്നതാണ്. അത് വേണ്ട എന്ന് രാജ്യം തീരുമാനിച്ചു. പിന്നെ നമ്മൾ അവരുടെ ഒരു മാധ്യമത്തെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മൾ അവരുടെ മാധ്യമത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സംപ്രേഷണം TRT വേൾഡിൻ്റെ സംപ്രേഷണം നമ്മളിവിടെ നിർത്തി. അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അവർ എക്സ് നമ്മൾ ബ്ലോക്ക് ചെയ്തു. തുർക്കിയുടെ TRT എന്നാണ് TRT വേൾഡ് എന്നാണ് അതിൻ്റെ പേര്. അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സെലിബി എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് എയർപോർട്ടുകളിൽ അദാനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതായത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം ഈ ടർക്കിഷ് കമ്പനിയായിട്ടുള്ള സെലിബിയാണ്. സെലിബിയുടെ സേവനം അദാനി ഗ്രൂപ്പ് വേണ്ടെന്ന് വെച്ചു. അദാനിയുടെ കീഴിലുള്ള അദാനി ഹോൾഡിങ്സ്
എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ അദാനിയുടെ കീഴിലുള്ള എയർപോർട്ടുകളെല്ലാം തന്നെ അദാനി എയർപോർട്ട് ഹോൾഡിംഗ് അങ്ങനെയാണ്. അപ്പോൾ അവർ സേവനം മുഴുവനായിട്ട് സെലിബിയുടെ ഒരു സേവനവും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ പാൻ എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയും അവർ പറഞ്ഞു വിട്ടു. ഇപ്പോൾ രാജ്യത്താണെങ്കിൽ നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം, മുംബൈ, അഹമ്മദാബാദ്, ലക്നൗ, മംഗളൂരു, ജയ്പൂർ, ഗുവാഹത്തി ഈ എയർപോർട്ടുകളെല്ലാം തന്നെ അദാനിയുടെയാണ്. അദാനി പിന്നെ എയർപോർട്ട് ഹോൾഡിങ്ങിൻ്റെ കയ്യിലാണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ അത്രയും ഏരിയകളിൽ സെൽബിയുടെ സംവിധാനം അവർ നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രാഗൺ പാനിനെയും അവർ ഇവിടുന്ന് അദാനി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ സെൽബിയുടെ നിന്ന് സെലിബിയുടെ ഉടമയെന്ന് പറയുന്നത് സുമൈ എർദോഗാനാണ്. അതായത് തയ്പ് എർദോഗാന്റെ മകളാണ് സുമൈ എർദോഗാൻ. അവരുടെയാണ് ഈ സെലിബി. അതിനെയാണ് നമ്മൾ ഇവിടുന്ന് പാലിച്ചത്. അപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാം ഇറക്കുമതി വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ അതിനെ ബാധിക്കും. അവർ പറയുന്ന പ്രകാരം ഇപ്പോൾ അവർ പറയുന്നു നമുക്ക് 0.5 മാത്രമാണ് നമുക്ക് അവിടേക്കുള്ളത്, ഇന്ത്യയിൽ ടൂറിസ്റ്റുകളുള്ളതാണ് പറയുന്നത്. പക്ഷെ അതിലൊക്കെ ഒരുപാടുണ്ട്. ഈസ്മൈ ട്രിപ്പൊക്കെ ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ കയറ്റിവിട്ടതിൻ്റെ കണക്കുകളവിടെ കാണുമല്ലോ. അവരുടെ കയ്യിലുണ്ട്. അവർ തന്നെ പിന്നെ ഈ തുർക്കിയിലേക്ക് കയറ്റിവിട്ട ഇന്ത്യൻ യാത്രക്കാരുടെ കണക്ക് അവരുടെ കയ്യിലൊക്കെ ഉണ്ട്, ഈസ്മൈ ട്രിപ്പിൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. അവരൊക്കെ അത് ഔദ്യോഗികമായി പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ നിരന്തരം നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യവുമായി ഇനി കരാർ വേണോ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പുനഃപരിശോധിക്കുന്നത്. അപ്പോൾ ഈ തുരങ്ക നിർമ്മാണം, മെട്രോ നിർമ്മാണം തുടങ്ങിയതിലൊക്കെ തുർക്കിയുടെ പങ്കാളിത്തമുണ്ട് ഇന്ത്യയിൽ, തുരങ്കവും മെട്രോയൊക്കെ. അപ്പോൾ അത്തരം ബന്ധങ്ങളൊക്കെ പുനഃപരിശോധിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇനി തുർക്കിയുടെ സഹായം നമുക്ക് വേണോ? അപ്പം നമ്മൾ ഇപ്പം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും നമുക്ക് പുതിയ 2 ശത്രുക്കൾ കൂടി ഉണ്ട് എന്ന് രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അസർബൈജാനും തുർക്കി ഇവരും അടുത്ത ബന്ധമാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും, ഈ അസർബൈജാനും തുർക്കിയും. തുർക്കിയിൽ നിന്നുള്ള വ്യാപാരം നോക്കുമ്പോൾ വ്യാപാര പങ്കാളിയിൽ 2ാം സ്ഥാനം അസർബൈജാനാണ്. തുർക്കിയുമായിട്ടുള്ള 2ാമത്തെ ഇത്. ആദ്യത്തേത് അസർബൈജാന്റെ ആദ്യത്തെ വ്യാപാര പങ്കാളി എന്ന് പറയുന്നത് ഇറ്റലിയാണ്. അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് നോക്കിയാലും ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തോട്ട് നോക്കിയാലും 2ാം സ്ഥാനം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അസർബൈജാനെ പാകിസ്ഥാൻ പ്രേമം എന്ന് പറയുന്നത്, അസർബൈജാൻ 1992 സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നല്ലോ. സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ഇവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അസർബൈജാൻ പ്രഖ്യാപിക്കപ്പെട്ടു. ആ അസർബൈജാനെ അംഗീകരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രം, സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് അംഗീകരിച്ച ആദ്യത്തെ രാഷ്ട്രം തുർക്കിയാണ്. 2ാമത്തെ രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അംഗീകരിച്ചത് അവരെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട്. അതുകൊണ്ട് ആദ്യമേ അവർക്ക് ഒരു അംഗീകാരം ലഭിച്ചതുകൊണ്ട് അസർബൈജാനും പാകിസ്ഥാനും തമ്മിൽ വലിയ അടുപ്പം അവർ പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൂറുണ്ട് അല്ലേ? അതെ, പാകിസ്ഥാൻ എണ്ണ മേടിക്കുന്നത് അവിടെ നിന്നാണ്. അസംസ്കൃത എണ്ണ മേടിക്കുന്നത് പിന്നെ അസർബൈജാനിൽ നിന്നാണ്. അപ്പം നമ്മളെ നോക്കുമ്പോൾ നമ്മളവരുടെ 80% അസംസ്കൃത എണ്ണ നമ്മൾ അവരിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചു, കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷത്തിൽ. നമുക്കവർ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് എണ്ണയാണ്. അത് നമ്മൾ വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു രാഷ്ട്രത്തെ ആശ്രയിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യാപാരത്തിൽ വലിയ ഇടിവ് അസംസ്കൃത എണ്ണയുടെ കാര്യത്തിലുണ്ടാകും. പിന്നെ ലോസ് വരും. പക്ഷേ ലോസ് വരുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അവരെ ഈ ഭക്ഷ്യ പ്രതിസന്ധി വലിയ രീതിയിൽ നേരിടും. 80.3% അരിയും അസർബൈജാനാണ് നമ്മുടെ ഇത് മേടിക്കുന്നത്. അതായത് അവർക്ക് ഇതിൻ്റെ കൃഷിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അവർ നമ്മുടെ നിന്നും അരി മേടിക്കുന്നു, നമ്മൾ അവരിൽ നിന്നും എണ്ണ മേടിക്കുന്നു. അതാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യാപാര ബന്ധം നിലച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇപ്പോൾ പിന്നെ അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വരുമാനം, നമ്മുടെ ഇന്ത്യൻ ഫിലിംസ് ഏറ്റവും കൂടുതൽ പുറം രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതലും ഷൂട്ട് ചെയ്യുന്നത് ഈ അസർബൈജാനിലാണ്. അവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെയാണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ അജിത്തിന്റെ സിനിമയും അസർബൈജാനിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. വിടാമുയർച്ചി. അതെ, അസർബൈജാനിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമാസ് ഇനി അവിടെ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അസോസിയേഷൻ തന്നെ തീരുമാനിച്ചു, ഞങ്ങൾ അവിടെ നടത്തില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പോൾ ഇവരുമായിട്ടുള്ള കരാറുകളൊക്കെ തന്നെ നമ്മൾ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അസർബൈജാനും ഇതേ രീതിയിൽ തന്നെ, അതായത് ജനഹിത പരിശോധന കശ്മീരിൽ വേണം എന്ന് പറഞ്ഞവരാണ് അവരും. കശ്മീർ സ്വതന്ത്രമായി തീരുമാനിക്കട്ടെ എന്നതാണ് അസർബൈജാന്റെ നിലപാട്. സ്വതന്ത്രമായിട്ട് കശ്മീരി ജനത എന്ത് പറയുന്നു, ഏത് രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്നു ആ രാജ്യത്തിന്റെ കൂടെ നിൽക്കട്ടെ എന്നുള്ളതാണ് അവരുടെയും ബന്ധം. പിന്നെ ഇതിനിപ്പുറം ഇവർ 2 രാജ്യക്കാരുമായിട്ടും ചൈനയ്ക്ക് നല്ല വ്യാപാര ബന്ധമുണ്ട്. അത് വേറൊരു ഇത്. ഇപ്പം നമുക്ക് പ്രഖ്യാപിത ശത്രുക്കൾ എന്ന് പറയുന്നത് ഒന്ന് പാകിസ്ഥാൻ, പ്രഖ്യാപിതമല്ല കണക്ക് കൂട്ടുന്ന ശത്രുക്കൾ. പാകിസ്ഥാൻ പ്രഖ്യാപിത ശത്രുവാണ്, പ്രഖ്യാപിത ശത്രുവായിട്ടുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അതേസമയം ചൈനയുടെ ഇന്ത്യ വിരോധം നമ്മൾ തിരിച്ചറിഞ്ഞതുമാണ്. തുർക്കിയുടെ ഇന്ത്യ വിരോധം നേരത്തെ തന്നെ ഇങ്ങനെ ചെറുതായി വന്നുണ്ട്. പക്ഷെ അതിപ്പോൾ പീക്ക് ടൈമിലാണ്. അസർബൈജാനും അതേ രീതിയിൽ നമ്മളോട് വലിയ ശത്രുത
വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇവർക്ക് നമ്മൾ ഒരു സൈഡിൽ, അതായത് ഗുണമുള്ള ശത്രുക്കളുണ്ടോ, ഇവർ രണ്ടുപേരും ഗുണമുള്ള ശത്രുക്കളാണ് നമുക്ക്. അസർബൈജാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയ്ക്ക് വില കുറവാണ്. റഷ്യയൊക്കെ നോക്കുമ്പോൾ എണ്ണയ്ക്ക് വില കുറവാണ്. അതുകൊണ്ടാണ് ഇന്ത്യ അവരിൽ നിന്നും കൂടുതലായിട്ട് എണ്ണ മേടിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അതുപോലെ തന്നെ തുർക്കിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എന്താ പറയുക വികസനത്തിൽ പിന്നെ കൂടുതൽ പങ്കാളിത്തമുള്ളത് തുർക്കിക്കാണ്. തുർക്കിയുടെ ടെക്നോളജി നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇരുമ്പ് നിർമ്മിക്കാൻ വരെ നമ്മൾ തുർക്കിയിൽ നിന്നും സാമഗ്രികൾ വാങ്ങാറുമുണ്ട്. ഇപ്പം പൂനെയിലെ കച്ചവടക്കാർ അവിടെ നിന്ന് വരുന്ന ഒരു സാധനമാണ് ആപ്പിൾ. തുർക്കി ആപ്പിളിന് വലിയ ഡിമാൻഡാണ് ഇന്ത്യയിൽ. ആപ്പിളും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വലിയ രീതിയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന തുർക്കിയിൽ നിന്നാണ്. മാർബിള്, ആപ്പിള്, ലോഹ സാധനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നും ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇപ്പം പൂനെയിലെ വ്യാപാരികളൊക്കെ തന്നെ തുർക്കി ആപ്പിൾ വേണ്ട എന്ന് തീരുമാനിച്ച് ബഹിഷ്കരിച്ചു. സ്വാഭാവികമായിട്ടും അവിടുത്തെ കർഷകരെ ഇത് ബാധിക്കും. ആപ്പിൾ കർഷകരെ, അത് വലിയ രീതിയിലുള്ള വ്യാപാരമാണ് ഇന്ത്യയിലോട്ട് ആപ്പിൾ വഴി തുർക്കി നടത്തിക്കൊണ്ടിരുന്നത്, അതിനെയും ബാധിക്കും. ഇപ്പോൾ അസർബൈജാനിൻ്റെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഈ ബന്ധം, ഇവരുടെ ഈ ബന്ധത്തിൻ്റെ ഇതിലുള്ള കാര്യമാണ്. അതായത് വൈകാരിക ബന്ധമാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും പാകിസ്ഥാനോടുള്ളത്. അതാണ് അവർ കൈകാര്യം ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് അസർബൈജാൻ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തന്നെ ജവഹർലാൽ നെഹ്റു അവിടെ പോയിട്ടുണ്ട്. ആ രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. പിന്നെ രവീന്ദ്രനാഥ ടാഗോർ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. മനോഹരമായ സ്ഥലമെന്നാണ് പിന്നെ രവീന്ദ്രനാഥ ടാഗോർ ആ സ്ഥലത്തെ അസർബൈജാനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ നമ്മളവരോട് ശത്രുത കാണിക്കേണ്ട യാതൊരു കാര്യങ്ങളും, അവർക്ക് നമ്മളോട് ശത്രുത കാണിക്കേണ്ട യാതൊരു കാര്യങ്ങളും നിലവിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ശത്രുവിൻ്റെ ശത്രു എന്ന രീതിയിലാണ് നിലവിൽ കാര്യങ്ങളിലെ പോക്ക്. അതാ ശത്രുവിൻ്റെ ശത്രു എന്നുള്ളൊക്കെ രീതിയിലാണ്. ഇപ്പോൾ അസർബൈജാനെ നോക്കുമ്പോൾ അവർ നമ്മളോട് കശ്മീർ വിഷയത്തിൽ വളരെ ഭിന്നിപ്പിൻ്റെ രീതിയാണ് പിന്തുടരുന്നത്. നമുക്കെതിരെ പാകിസ്ഥാൻ എന്ത് പറയുന്നു അതിന് പിന്തുണ നൽകാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു രാജ്യമാണ് ഇവർ രണ്ടുപേരും, ഈ രണ്ട് കൂട്ടരും. ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു കണക്കെടുത്ത് നോക്കുമ്പം ഇപ്പം അദാനി അവരെ പുറത്താക്കണം എന്ന് പറഞ്ഞ് പുറത്താക്കി. അതുപോലെ തന്നെ അദാനിയുടെ പോർട്ടുകളിൽ നിന്നെല്ലാം പുറത്തായി. ഇനിയിപ്പോൾ വ്യാപാര ബന്ധത്തിൽ വലിയ ഇടിവ് സംഭവിച്ചേക്കാം നീക്കത്തിന് മൊത്തത്തിൽ അല്ലേ? അതെ, അത് പിന്നെ വലിയ രീതിയിൽ ബാധിക്കാനാണ്. അപ്പോൾ ഹോട്ടൽ ബുക്കിംഗ്സ് എല്ലാം തന്നെ ഇതാവുന്നെന്ന് ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവർ പറഞ്ഞു. ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അവരുടെ ട്വീറ്റ് വന്നിട്ടുണ്ട്, അവരുടെ എക്സിലെ പോസ്റ്റ് വന്നിട്ടുണ്ട്. അവരുടെ പോസ്റ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട് ട്രാവൽ ബുക്കിങ്ങുകളെല്ലാം തന്നെ താൽക്കാലികമായി ഞങ്ങൾ നിർത്തി. നിലവിൽ ഔദ്യോഗികമായിട്ട് നമുക്ക് ഇവിടെയുള്ള ഇന്ത്യൻ സിറ്റിസൺസ് അങ്ങോട്ട് പോകാനുള്ള വിലക്കുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല. ഇല്ല, രണ്ട് രാജ്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പ്രശ്നമൊന്നുമില്ല. അവിടെ നിന്നുള്ള ആളുകൾ ഇവിടുത്തെ മെഡിക്കൽ സേവനം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ ഔദ്യോഗികമായി ഇന്ത്യ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അക്കാദമിക് ആയിട്ടുള്ള എന്താ പറയുക ഒരുമിപ്പ് അത് നിർത്തിവെച്ചു. തുർക്കി യൂണിവേഴ്സിറ്റികളുമായിട്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾക്ക് പിന്നെ കരാറുണ്ടായിരുന്നു, അത് തൽക്കാലം നമ്മൾ നിർത്തിവെച്ചു. അക്കാദമിക് ബന്ധം നമ്മൾ നിർത്തിവെച്ചു. തുർക്കിയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള സ്റ്റുഡൻസ് അവിടെയും ഉണ്ട്. അക്കാദമിക് സഹകരണം ഉണ്ടായിരുന്നു, അത് നിർത്തിവെച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ തുടരെ എക്സിൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഈ പിന്നെ ഈ ട്രാവൽ ഓൺലൈൻ ആപ്പുകൾ, ആ ആപ്പുകളിൽ നിന്നുള്ള പിന്നെ ട്വീറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന്. ഇപ്പം ജോർജിയ, സെർബിയ, ഗ്രീസ്, തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ ബുക്കിംഗ് ഉണ്ടെന്നാണ് ഇപ്പോൾ അവർ ഔദ്യോഗികമായി എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നവർക്ക് നമ്മൾ എന്തിനു സഹായിക്കണം എന്നുള്ളതാണ് രാജ്യത്തെ മൊത്തം ആൾക്കാർക്കും സിറ്റിസൺസ് ആ ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു. അതെ, അത് വ്യാപകമായിട്ട് അതൊരു ക്യാമ്പയിനാണ്. അതെ, ഇതൊരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ബുക്കിങ്ങുകളൊക്കെ ക്യാൻസൽ ചെയ്യും. എനിക്കൊന്ന് എറണാകുളത്താണെന്ന് തോന്നുന്നു ഒരു ട്രാവൽ കൂട്ടായ്മയുണ്ട്. അവരേതാണ്ട് 10 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് തുർക്കിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അവർ ക്യാൻസൽ ചെയ്തു. 10 ലക്ഷം പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ളത് അവർ തീരുമാനിച്ചു. അങ്ങനെ അത് അത്രയും ക്യാൻസലായി. ഇപ്പം ഇന്ത്യ ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷേ ജനങ്ങൾ അവർക്കെതിരെ പൂർണ്ണമായും തിരിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾക്കെതിരെ ഒരു അടി തരാൻ വേണ്ടി കാത്തുനിന്ന് ആയുധങ്ങൾ വരെ അവരെ സഹായിച്ചു. നമുക്ക് ഇത്രയധികം ഡ്രോണുകൾ എങ്ങനെയാണ് പറഞ്ഞത്? ഇത്രയധികം ഡ്രോണുകൾ പാകിസ്ഥാൻ്റെ പക്കൽ ഇത്രയധികം ഡ്രോണുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ പഞ്ചാബിൽ വീണ ഡ്രോൺ ഫോറൻസിക്കിൻ്റെ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴാണ് ഇത് തുർക്കി കൊടുത്തിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായത്. തുർക്കി നിർമ്മിതമായിട്ടുള്ള ഡ്രോണാണ് അവർ നമുക്കെതിരെ എടുത്ത് പറത്തിവിട്ട് പൊട്ടിച്ചത്.
അപ്പോൾ അങ്ങനെ ഒരു രാജ്യവുമായിട്ടൊരു ബന്ധത്തിന് ആവശ്യം വേണ്ട എന്ന് നരേന്ദ്രമോദിക്ക് തോന്നിയാൽ അത് തെറ്റില്ല എന്നേ പൗരന്മാർക്ക് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. നമുക്ക് അസംസ്കൃത എണ്ണയെ വിലക്കുറഞ്ഞ രീതിയിൽ കിട്ടുന്നതിൻ്റെ വില കൂടാനുള്ള സാധ്യതയും ഉണ്ടാവും. എന്തായാലും ഇന്ത്യ അതിനെല്ലാം പുനഃപരിശോധിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പം നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2022 89,066 കോടി രൂപയാണ് നമ്മൾ അവിടെ നിക്ഷേപിച്ചത്. ഇന്ത്യൻ കമ്പനികൾ അവിടെ നിക്ഷേപിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ അതെ, നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ 200ഓളം കമ്പനികൾക്ക് അവിടെ സ്ഥാപനങ്ങളുണ്ട്. അത് രാജ്യം വേണ്ട തീരുമാനം പൂട്ടി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടി വരേണ്ടി വരും അവർക്ക്. അല്ലെങ്കിൽ അവർക്ക് എല്ലാ കാലത്തും അവിടെ നിൽക്കേണ്ടി വരും. ഇവിടെ നിന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. രണ്ട് രാജ്യങ്ങൾക്കും നഷ്ടമുണ്ടാവും. പക്ഷെ അവരവരുടെ കണക്കുകളെല്ലാം പറയുന്നത് അവർ കുറേ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. അത് TRT വേൾഡ് എന്ന് പറയുന്ന മീഡിയയാണ് പുറത്തുവിടുന്നത്. ഇന്ത്യക്കാരൊന്നും ഇവിടെ വരാറില്ല, 0.5 ആണ് വരുന്നത്. ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ വലിയ രീതിയിലില്ല. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ് TRT വേൾഡിൻ്റെ ഘട്ടത്തിൽ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഓപ്പൺ വാറിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനൊപ്പം നിൽക്കാൻ പരസ്യമായി അവരാരും നിൽക്കില്ല, രഹസ്യമായിട്ട്. ചൈന ചെയ്യുന്ന അതേ പരിപാടിയാണ് ചെയ്യുന്നത്. പാകിസ്ഥാനോട് നമ്മൾക്ക് ഇപ്പം നമ്മളും അവരുമായിട്ടൊരു ഓപ്പൺ വാറിലേക്ക് പോകുന്നു എന്നൊരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ തുർക്കിയുടെ ആയുധങ്ങൾ അവിടെ വരും. അത് നമ്മൾ പോലും അറിയാതെ തുർക്കി ആയുധങ്ങൾ പാകിസ്ഥാന് നൽകും. അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം അവർ ആയുധം നൽകേണ്ട കാര്യമില്ല. പക്ഷേ തുർക്കിയുടെ ആയുധങ്ങളുണ്ട്. തുർക്കി വേറൊരു ചൈനയാണ്. ഇത്തിരി ഒളിപ്പോരുകളാണ് ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുന്നതിൽ അവർക്ക് സ്വയം പര്യാപ്തതയുണ്ട്. തുർക്കിക്ക് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ, അതായത് അവരുടെ രാജ്യത്ത് തന്നെ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ആയുധങ്ങൾ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ആയുധങ്ങൾ ഫ്രീ ആയിട്ട് പാകിസ്ഥാന് കൊടുക്കാൻ അവർ തയ്യാറാവും. അതാണ് തുർക്കിയുടെ രീതി. അപ്പോൾ ഒരു വാറിലേക്ക് പോവുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളുടെ സഹായം അവർക്ക്, ഈ ചൈനയുടെയും തുർക്കിയുടെയും സഹായം പാകിസ്ഥാന് ലഭിക്കും. അത് ഇന്ത്യ കാണുന്നുണ്ട്, ഇന്ത്യക്ക് അത് മനസ്സിലാവുന്നുണ്ട്. മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണല്ലേ ഈ ഒരു പല തീരുമാനങ്ങളിലോട്ട് ഇന്ത്യ കടക്കുന്നത്. അതെ, കാശ്മീരിൽ ഇപ്പോഴും ഓപ്പറേഷൻ നടക്കുന്നുണ്ടല്ലോ. കാശ്മീരിൽ ഇപ്പോഴും ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും വെടിവെച്ചു പോകുന്നു. ഇപ്പോഴും ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇനിയിപ്പം രാജ്യം പറഞ്ഞിരിക്കുന്നത് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ഭീകരാക്രമണം പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വാറായിട്ട് ഞങ്ങൾ കണക്കാക്കുമെന്നാണ്. അതായത് യുദ്ധം പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ സാമ്പത്തിക വളർച്ചയിൽ അമേരിക്കയേക്കാൾ മുന്നിലാണെന്നാണ് കണ്ടെത്തൽ, UN കണ്ടെത്തൽ. നമ്മളാണ് ഏറ്റവും കൂടുതൽ, അമേരിക്കയേക്കാൾ കൂടുതൽ സാമ്പത്തിക വളർച്ച നമുക്കുണ്ട്. ആ സാമ്പത്തിക വളർച്ച നമുക്ക് നിന്നു പോകും. എന്നാൽ ഈ ശല്യക്കാരെ നമുക്ക് സഹിക്കാനും പറ്റില്ല. ശല്യക്കാരുടെ എണ്ണം കൂടി വരികയാണ്. നേരത്തെ 2 രാജ്യങ്ങളെ മാത്രമേ നമ്മൾ ശല്യക്കാരായിട്ട് കരുതിയിരുന്നുള്ളൂ. ഇപ്പോൾ അത് 4 ആയി. ഇനി എത്ര പേര് ഇതിൽ വന്ന് ചേരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം.